ഇപ്പോൾ കോഴിക്കോട് നഗരം യുനെസ്കോയുടെ സാഹിത്യ നഗരമായി പ്രഖ്യാപിക്കുന്നതിന്റെ ചടങ്ങ് നടക്കുകയാണ്. അതിലേക്ക് ജൂൺ 23 കോഴിക്കോടിന്റെ സാഹിത്യ നഗരം മാത്രമല്ല, എല്ലാ വർഷവും നമുക്കൊരു സാഹിത്യ നഗര പുരസ്കാരം ഇതുപോലെയുള്ള ജൂൺ 23 പ്രഖ്യാപിക്കാനും അതുപോലെ നമുക്ക് കോഴിക്കോട് നഗരത്തിൽ ഒരു സാംസ്കാരികോത്സവം നടത്താനും വിവരങ്ങൾ നൽകാനായുണ്ട്. ലിഡിയ, ചടങ്ങുകൾ ആരംഭിച്ചോ? അനീഷ, ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 6:15 ചടങ്ങുകൾ ആരംഭിച്ചു. മന്ത്രി എം.പി. രാജേഷ്, ടി മുഹമ്മദ് റിയാസ്, അതുപോലെ തന്നെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, എം ടി വാസുദേവൻ നായർ അടക്കമുള്ള പ്രമുഖർ വേദിയിലുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ മന്ത്രി എം.പി. രാജേഷ് ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. കോഴിക്കോട് സാഹിത്യ നഗരമാകുന്നതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുന്നത് എം.പി. രാജേഷാണ്. അതുപോലെ തന്നെ സാഹിത്യ നഗരത്തിന്റെ ഔദ്യോഗിക ലോഗോ പ്രകാശനം ചെയ്യുന്നത് മന്ത്രി ടി എം മുഹമ്മദ് റിയാസ് ആണ്. അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ ഭദ്രജീവി പുരസ്കാരം നേടിയ എം ടി വാസുദേവൻ നായർക്ക് അതുകൊണ്ട് ആരും കേട്ടിരിക്കുന്ന ലളിതമാണെങ്കിലും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന സാഹിത്യ ഭാഷയിൽ, പേടിപ്പിക്കുന്ന സാഹിത്യ ഭാഷയിൽ മനസ്സിനെ ഒരു സന്തോഷവും അഴകും തരുന്ന സാഹിത്യ ഭാഷയുമുണ്ട്. ഞാൻ രണ്ടാമത് പറഞ്ഞ ഒന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഭാഷ. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ നഗരം, ഈ സാഹിത്യ നഗരം, യുനെസ്കോ സാഹിത്യ നഗര അവാർഡ് ലഭിച്ച ഈ നഗരത്തെ ആ രീതിയിൽ അനൗൺസ് ചെയ്തുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ ഒന്നുകൂടി നമ്മുടെ എല്ലാവരുടെയും ലോകത്തിൽ മറ്റുള്ളവരുടെയും മുമ്പിലേക്ക് അഭിമാന പുരസ്കാരം അറിയിക്കുന്നതിന് ഒരു അവസരമായി എടുക്കുമെന്ന് കരുതിക്കൊണ്ട് ആ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി നാം ഏവരും കാത്തിരിക്കുന്ന മുഹൂർത്തമാണ്. യുനെസ്കോ സാഹിത്യ നഗര പ്രഖ്യാപനമാണ് ഇപ്പോൾ വേദിയിൽ നടക്കുന്നത്. ഈ ചടങ്ങിനെ മുസ്തഫയെ കണ്ടപ്പോ ഫോട്ടോഗ്രാഫർമാരെ എന്തായാലും പറയണമെന്ന് മനസ്സിൽ വിചാരിച്ചെങ്കിൽ സമയം പോകുന്നുണ്ടല്ലോ എന്നുള്ളതിന്റെ തിരക്ക് കൊണ്ടാണ് ഇവിടെ നാടകത്തെ കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ നടികളെ കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാനത് എനിക്ക് തിരക്കിട്ട് തീർക്കണം എന്നുള്ളതിന്റെ തത്രപ്പാട് കൊണ്ടാണ്. അതുകൊണ്ട് എന്തായാലും ഈ കോഴിക്കോട് നഗരത്തില് സത്യത്തില് വളരെയേറെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫിക്ക് സമ്മാനം കിട്ടുന്നവരുണ്ട് ഇവിടെ. ഒത്തിരി പറയാനുണ്ട്, അതുകൊണ്ട് അധികം പറയുന്നില്ല. നമുക്ക് ഇനിയും ചാൻസ് ഉണ്ട് മുസ്തഫ. അത്